നാഗമണിക്കൻ 2-ന്റെ എപ്പിസോഡ് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം എല്ലാവരും എൻഗേജ്മെന്റിന്റെ തിരക്കിലായതുകൊണ്ട് ബോലയെയും രൂപയെയും അവിടെ നിന്ന് മാറ്റണമെന്ന് വിചാരിച്ച് പാറു ഗോഡൌണിൽ പോയി നോക്കുമ്പോൾ അവിടെ അവരെ രണ്ടുപേരെയും വെച്ചിരുന്ന ചാക്ക് കാണാത്തതിൽ പേടിച്ചു നിൽക്കുകയാണ് പാറു. ഈ സമയം ഗസ്റ്റായി മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. മന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി സൂരജ് ജോലിക്കാരെ കൊണ്ട് ഗോഡൌണിൽ നിന്ന് 2 ചാക്ക് എടുപ്പിച്ചിരുന്നു. ജോലിക്കാരെ എടുത്ത ചാക്കിലായിരുന്നു ബോലയും രൂപയും. അവർ അത് എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് വിഷമിച്ച് വരുന്ന പാറു ആ ചാക്ക് കാണുന്നു. ചാക്ക് അവിടെ ഇരിക്കുന്നത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ് പാറു. ഈ സമയം മോതിരം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ രംഭ ചോദിക്കുകയാണ്. അതിന്റെ ആൻസറായി ദേവ് ചാക്ക് എന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ചാക്കിൽ നോക്കിയിട്ട് ഈ ചാക്കിലായിരിക്കും മോതിരമുള്ളതെന്ന് പറഞ്ഞ് ദേവ് ആ ചാക്കിന്റെ അടുത്തേക്ക് പോവുകയാണ്. അത് കാണുന്ന പാറു വേണ്ട എന്ന് അലറി വിളിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. എൻഗേജ്മെന്റ് നടക്കാതിരിക്കാനും മോതിരം ആരും കണ്ടുപിടിക്കരുതെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് ബുൽബുൽ. ദേവ് പാറുവിനോട് എന്തിനാണ് തടഞ്ഞതെന്ന് ചോദിക്കുകയാണ്. കറക്റ്റ് ആൻസർ ചാക്കല്ല ശംഖാണെന്ന് പറഞ്ഞ് പാറു ശംഖ് എടുത്തുകൊണ്ട് വന്നിട്ട് ശംഖിന്റെ അകത്തിരിക്കുന്ന മോതിരം ദേവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. മോതിരം കിട്ടിയത് കൊണ്ട് വിഷമിച്ചു നിൽക്കുകയാണ് ബുൽബുൽ. രക്ഷസ് ആന്റിയുമായുള്ള ഡാഡിയുടെ എൻഗേജ്മെന്റ് എങ്ങനെ തടയുമെന്ന് പറഞ്ഞ് മഹാദേവനെ വിളിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ബുൽബുൽ. ശേഷം ദേവ് മോഹിനിക്ക് മോതിരം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ സമയം പോലെ ഇരിക്കുന്ന ചാക്ക് മറിയുകയും അടുത്ത് നിൽക്കുന്ന പാറുവിന്റെ പുറത്തേക്ക് വീഴുകയും പാറു അടുത്ത് നിൽക്കുന്ന ദേവിനെ തട്ടുകയും ദേവിന്റെ കയ്യിലിരിക്കുന്ന മോതിരം ദേവിന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുകയും ചെയ്യുന്നു. അത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ദേവ് ദേഷ്യത്തോടെ പാറുവിനെ നോക്കുകയാണ്. ബുൽബുൽ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ചാക്ക് മറിഞ്ഞു കിടക്കുന്നത് കാണുന്ന പാറു ചാക്ക് എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നത് കാണുന്ന ദേവ് പാറുവിനെ സഹായിക്കുകയാണ്. പാറുവും ദേവും കൂടി ചാക്ക് ഗോഡൌണിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. മോഹിനി തറയിൽ കിടക്കുന്ന മോതിരം എടുത്ത് കയ്യിൽ വെച്ച് ദേവ് വരുന്നത് നോക്കി നിൽക്കുകയാണ്. ഈ സമയം ദേവ് ചാക്ക് കൊണ്ട് ഗോഡൌണിൽ വെക്കുമ്പോൾ ദേവിന്റെ മോതിര വിരൽ മുറിയുകയാണ്. അത് കാണുന്ന പാറു ഷോളിന്റെ കുറച്ച് ഭാഗം കീറി ദേവിന്റെ വിരലിൽ കെട്ടി കൊടുക്കുകയാണ്. മറുവശത്ത് ബുൽബുൽ മഹാദേവനോട് രക്ഷസ് ആന്റിക്ക് പകരം നല്ലൊരു അമ്മയെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് പാറു എൻഗേജ്മെന്റിന് സമയമായി മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് മോതിരം ഇടണമെന്ന് പറഞ്ഞ് ദേവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അടുത്ത സീനിൽ എൻഗേജ്മെന്റ് നടക്കുകയാണ്. ഈ സമയം ചാക്കിൽ നിന്ന് ബോല രക്ഷപ്പെടുന്ന ബോല ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ദേവ് മോഹിനിക്ക് മോതിരം ഇട്ട് കൊടുക്കുകയാണ്. മോഹിനി ദേവിന് മോതിരം ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ വിരലിൽ പാറു കെട്ടിയിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുമ്പോൾ ദേവ് വിരലിലെ കെട്ടഴിച്ച് മാറ്റാമെന്ന് പറയുകയാണ്. ഇൻഫെക്ഷൻ ആകുമെന്ന് പറഞ്ഞ് ദേവിനെ ദേവിക തടയുകയാണ്. അത് കേട്ട് ബുൽബുൽ സന്തോഷത്തോടെ നിൽക്കുകയാണ്. മോഹിനി ദേവിന്റെ വേറൊരു വിരലിൽ മോതിരമിട്ട് കൊടുക്കുകയാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞതിൽ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം അവിടെ ബോല വരുന്നത് പാറു കാണുന്നു. പാറു ബോലയെ അവിടെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. പാറു ബോലയുടെ വായ അടച്ചു പിടിച്ചുകൊണ്ട് ബോലയെ അവിടെ നിന്ന് കൊണ്ട് ഗോഡൌണിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ബോല രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പാറു ബോലയുടെ തലയ്ക്ക് അടിക്കുകയും ബോലയുടെ ബോധം പോവുകയും പാറു ബോലയെ ചാക്കിൽ കെട്ടിവെക്കുകയും ചെയ്യുന്നു. മറുവശത്ത് മന്ത്രിക്ക് എൻഗേജ്മെന്റിന്റെ ഡെക്കറേഷൻസും ഗെയിംസും എല്ലാം ഇഷ്ടപ്പെടുകയാണ്. ആ കാര്യം മന്ത്രി സൂരജിനോട് പറയുന്നു. മന്ത്രിയുടെ മകന്റെ വിവാഹവും ഇതുപോലെ നടത്തണമെന്നും അത് രൂപ തന്നെ പ്ലാൻ ചെയ്യണമെന്നും എല്ലാം മംഗളകരമായി നടന്നാൽ സൂരജിന്റെ MLA ടിക്കറ്റ് ഉറപ്പാണെന്നും പറയുകയാണ്. അത് കേട്ട് സൂരജും ചാന്ദിനിയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും രൂപയെ കൊണ്ട് സമ്മതിപ്പിക്കണം. രൂപ മനസ്സ് വെച്ചാൽ മാത്രമേ MLA ആകാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന അവർ രണ്ടുപേരും രൂപയെ അന്വേഷിച്ച് പോവുകയാണ്. രൂപയെ അന്വേഷിച്ച് ഗോഡൌണിൽ വരുന്ന അവർ അവിടെ വെച്ച് രൂപയെ കാണുന്നു. രൂപയെ കാണുന്ന ചാന്ദിനി സന്തോഷം കൊണ്ട് രൂപയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് രൂപയോട് മന്ത്രിയുടെ മകന്റെ വിവാഹകാര്യവും മന്ത്രിക്ക് രൂപയെ കാണണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന രൂപ കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞ് വരാമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. എങ്ങനെയെങ്കിലും ബോലയെ പുറത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പാറു ഒരു ട്രോളിയുടെ അടിയിലായി ബോലയെ മറച്ചു വെച്ച് അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ദേവികയും മുത്തശ്ശനും രൂപയുടെ അടുത്ത് വരുന്നു. ദേവിന്റെ എൻഗേജ്മെന്റ് നല്ല രീതിയിൽ നടത്തി തന്നതിനുള്ള സന്തോഷത്തിനായി ദേവിക രൂപയ്ക്ക് ഗിഫ്റ്റായി വള കയ്യിലിട്ട് കൊടുത്തിട്ട് രൂപയെ ദേവിക കെട്ടിപ്പിടിക്കുകയാണ്. ദേവികയുടെ സ്നേഹം കണ്ടപ്പോൾ പാറുവിന്റെ മനസ്സിൽ സെന്റിമെന്റ് തോന്നുകയാണ്. അത് മനസ്സിലാക്കുന്ന പാറു ഈ കുടുംബത്തിനോടുള്ള പ്രതികാരമാണ് എന്റെ ലക്ഷ്യമെന്ന് മനസ്സിൽ പറഞ്ഞ് പാറു ട്രോളിയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സൂരജ് മന്ത്രിയുമായി രൂപയെ കാണാൻ വരുന്നു. മന്ത്രി തന്റെ മകന്റെ കാര്യം രൂപയോട് പറഞ്ഞിട്ട് മന്ത്രിയുടെ വിസിറ്റിംഗ് കാർഡ് രൂപയ്ക്ക് കൊടുക്കുകയാണ്. ശേഷം അവർ അവിടെ നിന്ന് പോകുന്നു. വീണ്ടും പാറു ട്രോളിയുമായി പോകുന്ന വഴി ദേവിന്റെ ദേഹത്ത് തട്ടി എന്ന് പറഞ്ഞ് ദേവും പാറുവും കൂടി ഓരോന്നും പറഞ്ഞ് തമ്മിൽ വഴക്കു കൂടുകയാണ്. അവസാനം ദേഷ്യം വരുന്ന പാറു ട്രോളിയുമായി അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ പാറു ബോലയെ റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ ട്രാക്കിലേക്ക് ട്രെയിൻ വരുന്നത് അറിഞ്ഞാണ് പാറു അയാളെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ഈ സമയം മറുവശത്ത് ദേവ് സെക്യൂരിറ്റിക്കാരനോട് ബോലയുടെ കാര്യം ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി ദേവ് ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യം പറയുകയാണ്. അത് കേൾക്കുന്ന ദേവ് ഡൗട്ട് തോന്നി ഫോണിലെ കോൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണ്. അതിൽ വിളിച്ചതായൊന്നും കാണാത്തത് കൊണ്ട് ദേവിന് ഡൗട്ട് തോന്നുകയാണ്. ബോലയെ ട്രാപ്പിലാക്കാൻ വേണ്ടി ആരോ ആണ് ഇതെല്ലാം
കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന ദേവ് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം കണ്ണു തുറക്കുന്ന ബോലയോട് പാറു ആരാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെന്ന് ചോദിക്കുകയാണ്. ബോല എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ, ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന പാറു വീണ്ടും വീണ്ടും ശങ്കറിനെയും കുഞ്ഞിനെയും കൊന്ന നിങ്ങളുടെ കൂടെയുള്ളവർ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. ഈ സമയം ദേവ് റെയിൽവേ സ്റ്റേഷനിലും ട്രാക്കിലുമെല്ലാം ബോലയെ അന്വേഷിച്ച് നടക്കുകയാണ്. മറുവശത്ത് ട്രെയിൻ വരുന്നത് കാണുന്ന ബോല പാറുവിനോട് സത്യമായിട്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു കരയുകയാണ്. അതെല്ലാം കേൾക്കുന്ന പാറുവിന് ബോല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുകയും ട്രെയിൻ വരുന്നതിന് മുമ്പ് തന്നെ പാറു ബോലയുടെ കയ്യിലെയും കാലിലെയും കെട്ടഴിച്ച് മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ട്രെയിൻ പോവുകയും ബോല രക്ഷപ്പെടുകയും ചെയ്യുന്നു. രക്ഷപ്പെടുന്ന ബോലയുടെ സ്വഭാവം മാറുന്നു. ബോല പാറുവിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയും പാറുവിനെ ട്രാക്കിൽ കെട്ടിയിടുകയും ചെയ്യുകയാണ്. എന്നിട്ട് ബോല പാറുവിനോട് ഞങ്ങൾ 3 പേരും ചേർന്നാണ് നിന്റെ കുടുംബത്തെ നശിപ്പിച്ചത്, ബാക്കിയുള്ള 2 പേരെ നിനക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ബോല. പാറുവിനെ കെട്ടിയിട്ടിരിക്കുന്ന ട്രാക്കിന്റെ അടുത്തുള്ള ട്രാക്കിൽ നിൽക്കുകയാണ് ബോല. ആ സമയം തന്നെ അവിടേക്ക് ദേവും വരുന്നു. ദേവ് ബോലയെ കാണുകയാണ്. ബോല പാറുവിനെ നോക്കി അട്ടഹസിച്ച് ചിരിച്ചു നിൽക്കുകയാണ്. ദേവ് നോക്കുമ്പോൾ ബോല നിൽക്കുന്ന ട്രാക്കിലേക്ക് ട്രെയിൻ വരുന്നത് കാണുന്ന ദേവ് ബോല എന്ന് അലറി വിളിക്കുകയാണ്. ആ സമയം തന്നെ ബോലയെ ട്രെയിൻ ഇടിച്ചിട്ട് കൊണ്ട് പോവുകയാണ്. ബോല കൺമുന്നിൽ വെച്ച് മരിച്ചത് കണ്ട ഷോക്കിൽ നിൽക്കുകയാണ് ദേവ്. ദേവ് വിഷമിച്ച് നിൽക്കുകയാണ്. ദേവിന്റെ മുന്നിലൂടെ ട്രെയിൻ പോകുന്നത് കാരണം ദേവും പാറുവും നേരിട്ട് കാണുന്നില്ല. പക്ഷേ ദേവ് ട്രെയിൻ പോകുന്നതിനിടയിൽ കൂടി പാറുവിനെ കാണുന്നുണ്ട്. ദേവ് ബോലയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ച ട്രാക്കിൽ പോയി നോക്കുകയാണ്. അപ്പോൾ അവിടെ അടുത്തായി ഒരു കൊലുസ് കിടക്കുന്നത് കാണുന്ന ദേവിന് പാറുവിനെ ഡൗട്ട് തോന്നുകയാണ്. അടുത്ത സീനിൽ ബോല മരിച്ചത് ഓർമ്മിച്ച് നടന്നു വരികയാണ് പാറു. തെറ്റ് ചെയ്തത് കൊണ്ട് മഹാദേവനാണ് ബോലയ്ക്ക് ശിക്ഷ കൊടുത്തതെന്നും പറഞ്ഞു നിൽക്കുകയാണ് പാറു. ആ സമയം അവിടെ വരുന്ന ദേവ് ബോല മരിച്ച കാര്യം എല്ലാവരോടും പറയുകയാണ്. അത് കേട്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോലീസ് വരുന്നു. ദേവ് പാറുവിന്റെ അടുത്ത് പോയിട്ട് ദേവ് പാറുവാണ് ബോലയെ കൊന്നതെന്ന് പറഞ്ഞിട്ട് പാറുവിന്റെ കൊലുസ് കാണിച്ചു കൊടുക്കുകയാണ് ദേവ്. അത് കേട്ട് മോഹിനിയും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. പാറുവും അത് കേട്ട് പേടിച്ച് നിൽക്കുകയാണ്. പാറുവിനോട് കാല് കാണിച്ചു കൊടുക്കാൻ പറയുകയാണ് ദേവ്. അത് കേൾക്കുന്ന പാറു ദേവിന് കാല് കാണിച്ചു കൊടുക്കുകയാണ്. പാറുവിന്റെ കാലിൽ കൊലുസില്ലാത്തത് കാണുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. പാറുവിനോട് ദേഷ്യം തോന്നുന്ന ദേവ് ഇൻസ്പെക്ടറോട് പാറുവിനെ അറസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. അത് കേട്ട് ഇൻസ്പെക്ടർ വരുന്നത് കാണുന്ന പാറു ഷോളിൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരു കൊലുസ് എടുത്ത് ദേവിന് കാണിച്ചു കൊടുക്കുകയാണ്. കൊലുസ് പൊട്ടിയത് കൊണ്ട് ശരിയാക്കാൻ വേണ്ടി ഷോളിൽ കെട്ടിവെച്ചതായിരുന്നു എന്ന് പറയുകയാണ് പാറു. അത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്ന ദേവ് ദേഷ്യത്തോടെ ഇൻസ്പെക്ടറോട് പാറുവാണ് ബോലയെ കൊന്നത്, പാറുവിനെ അറസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. അത് കേൾക്കുന്ന സൂരജ് ഇൻസ്പെക്ടറുടെ അടുത്ത് പോയിട്ട് ഇൻസ്പെക്ടറോട് ഇത് ഞങ്ങളുടെ ഫാമിലി പ്രോബ്ലം ആണ്, ഇത് ഞങ്ങൾ തന്നെ സോൾവ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടറും ടീമും അവിടെ നിന്ന് പോകുന്നു. ദേവ് പാറുവിനെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പാറു തന്നെയാണ് ബോലയെ കൊന്നതെന്നാണ് ദേവ് വിശ്വസിക്കുന്നത്. ദേവിന് പാറുവിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ശേഷം സൂരജും ചാന്ദിനിയും കൂടെ രൂപയ്ക്ക് ഒരു പ്രശ്നവും വരാതെ നോക്കണം, രൂപയാണ് MLAയിലേക്ക് പോകാനുള്ള എളുപ്പ വഴി, ഒരു വക്കീലിനെ കാണണം എന്നൊക്കെ പറയുകയാണ് രണ്ടുപേരും. ഈ സമയം ബോല മരിച്ചത് അറിഞ്ഞ ബുൽബുൽ ഓടി പാറുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. പാറുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ബുൽബുൽ. അപ്പോൾ പാറുവിന്റെ ശക്തികൾ തിരിച്ചു കിട്ടുകയാണ്. ബുൽബുലിന്റെ കണ്ണുനീര് പാറുവിന്റെ കയ്യിലാകുമ്പോൾ പാറുവിന്റെ ശരീരത്തിൽ നാഗത്തിന്റെ ശക്തികൾ ചെറുതായി വരുന്നുണ്ട്. പക്ഷേ അത് പാറു ശ്രദ്ധിക്കുന്നില്ല. മറുവശത്ത് മോഹിനി ബോല മരിച്ചതിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ബോലയാണ് ആ 3 പേരിൽ ഒരാളെന്ന് മോഹിനി രംഭയോട് പറയുകയാണ്. അത് കേട്ട് രംഭ ഞെട്ടി നിൽക്കുകയാണ്. മോഹിനിക്ക് രൂപയാണ് പാറു എന്നുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മോഹിനി പാറു കല്ലായി നിൽക്കുന്നത് നേരിട്ട് കാണണം, എന്നാൽ മാത്രമേ വിശ്വാസം വരികയുള്ളൂ എന്ന് രംഭയോട് മോഹിനി പറയുന്നത് പാറു മറിഞ്ഞു നിന്ന് കേൾക്കുന്നു. അടുത്ത സീനിൽ എല്ലാവരും ബോലയുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ മോഹിനി വരുന്നത് കാണുന്ന ദേവിക മോഹിനി ഇങ്ങനെയുള്ള ദുഃഖത്തിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി പുറത്തേക്ക് പോകുന്നു. മോഹിനി പോകുന്നത് കാണുന്ന പാറു മോഹിനി കാട്ടിൽ പോയാൽ എന്റെ സത്യം അറിയും, അതറിഞ്ഞാൽ ബാക്കിയുള്ള 2 പേരെ കുറിച്ച് ഒന്നും അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ ദേവ് വരുന്നു. പാറുവിന്റെ അടുത്ത് പോകുന്ന ദേവ് ഒരു പച്ചില മരുന്ന് പാറുവിനോട് കഴിക്കാൻ പറയുകയാണ്. ഈ പച്ചില മരുന്ന് കഴിച്ചാൽ സത്യം മാത്രമേ പറയുകയുള്ളൂ എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ദേവികയും സൂരജും ഇങ്ങനെയല്ല എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പാറുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അതൊന്നും കേൾക്കാതെ ദേവ് മരുന്ന് കഴിക്കാൻ പാറുവിനെ ഫോഴ്സ് ചെയ്യുകയാണ്. കഴിച്ചില്ലെങ്കിൽ ദേവിന്റെ ഡൗട്ട് കൂടും, അതുമല്ല കാട്ടിലേക്ക് പോകാനും കഴിയില്ല. മോഹിനി കാട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണമെന്ന് മനസ്സിൽ പറയുന്ന പാറു ആ മരുന്നെടുത്ത് കുറച്ച് കഴിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം രംഭ മോഹിനിയെ വിളിച്ച് പറയുന്നു. രംഭ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കാള് കട്ട് ചെയ്യാതെ നിൽക്കുകയാണ്. മോഹിനി കാട്ടിൽ പാറുവിന്റെ കല്ലായ രൂപ അന്വേഷിക്കുകയായിരുന്നു. രംഭ പറഞ്ഞത് കേട്ടപ്പോൾ പാറു പറയുന്നത് എന്തെന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് മോഹിനി. ദേവ് പാറു പറയുന്നത് എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. പാറു ആ മരുന്ന് കഴിച്ചതിന് ശേഷം പാതി മയക്കത്തിൽ ഇരിക്കുകയാണ്. ദേവ് ചോദിക്കുന്നതിന് പാറു മറുപടി പറയുകയാണ്. അവിടെ സീന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ പാറു ബോധമില്ലാതെ കിടക്കുകയാണ്. പാറുവിന്റെ ചുറ്റും എല്ലാവരും നിൽക്കുന്നു. പാറുവിന്റെ മുഖത്തേക്ക് ദേവ് വെള്ളം ഒഴിക്കുമ്പോൾ പാറു കണ്ണു തുറക്കുകയാണ്.
കണ്ണു തുറക്കുന്ന പാറു എല്ലാവരെയും നോക്കുമ്പോൾ എല്ലാവരും പാറുവിനെ നോക്കുന്നത് കാണുന്ന പാറു പേടിച്ചിരിക്കുകയാണ്. സത്യങ്ങളെല്ലാം പറഞ്ഞു കാണുമോ എന്ന് മനസ്സിൽ പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ് പാറു. അപ്പോൾ ദേവ് റെക്കോർഡ് ചെയ്ത വീഡിയോ ടിവിയിൽ കണക്ട് ചെയ്ത് പാറുവിന് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ പാറു ബോലിയെ കൊന്നിട്ടില്ല എന്നും ഇവിടെ വന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണെന്നും അത് ഇവിടെയുള്ള 3 പേരുമായി ബന്ധമുണ്ടെന്നും എന്റെ ലക്ഷ്യത്തിന് തുടക്കം 5 വർഷം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും പറയുകയാണ്. അപ്പോൾ പാറുവിന്റെ ബോധം പോകുന്നു. അത് കേൾക്കുന്ന ദേവ് ടിവി ഓഫ് ചെയ്തിട്ട് പാറുവിനോട് ആരാണ് ആ 3 പേരെന്നും 5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത നിന്റെ ലക്ഷ്യം എന്താണെന്നും ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാറു അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ദേവിനോട് ആ 3 പേർ വേറെ ആരുമല്ല, ദേവും ബുൽബുലും മോഹിനിയുമാണ്. നിങ്ങളെ 3 പേരെയും ഒരു ഫാമിലി ആക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങൾ 3 പേരുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മോഹിനി ദേവുമായി പരിചയപ്പെട്ടത് 5 വർഷം മുമ്പാണ്. നിങ്ങളുടെ ലവ് സ്റ്റാർട്ട് ചെയ്തത് 5 വർഷം മുമ്പല്ലേ? അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന എല്ലാവരും പാറു പറഞ്ഞത് വിശ്വസിക്കുകയാണ്. ദേവും അത് വിശ്വസിക്കുന്നു. എല്ലാവരും അവിടെ നിന്ന് പോകുന്നത് കാണുന്ന പാറു മഹാദേവനോട് നന്ദി പറയുകയാണ്. ശേഷം പാറു അവിടെ നിന്ന് കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ നടന്നതെല്ലാം രംഭ മോഹിനിയെ അറിയിക്കുന്നു. ബോലിയെ കൊന്നത് പാറു അല്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി എന്തായാലും പാറുവിന്റെ കല്ലിന്റെ രൂപം നേരിട്ട് കണ്ടാൽ മാത്രമേ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് മോഹിനി കാട്ടിലേക്ക് പോവുകയാണ്. അവസാനം മോഹിനി പാറുവിന്റെ ശില്പത്തെ കാണുകയാണ്. പാറുവിന്റെ കല്ലായ രൂപം കാണുന്ന മോഹിനിക്ക് അവിടെയുള്ളത് പാറു അല്ല എന്ന് വിശ്വാസം വരികയാണ്. ശേഷം മോഹിനി അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ പാറു എങ്ങനെയാണ് കല്ലായി മാറിയതെന്ന് കാണിക്കുന്നില്ല. അടുത്ത സീനിൽ മോഹിനി ബാക്കിയുള്ള 2 മുഖംമൂടികളോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പാറു പുറത്തേക്ക് പോവുകയാണ്. പാറു രൂപയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ്. പാറു രൂപയോട് സംസാരിക്കുന്നത് മുത്തശ്ശൻ കേൾക്കുന്നു. അതെല്ലാം കണ്ട് മുത്തശ്ശൻ ഞെട്ടി നിൽക്കുകയാണ്. മുത്തശ്ശന്റെ അടുത്ത തീരുമാനം എന്തെന്നറിയാനും പാറുവിന് 2 മുഖംമൂടികളെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്